പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവായ ദൈവമേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈശോനാഥ, ഈ 3 മണി സമയം വരെ ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ ചിറയിൻ കീഴിൽ നടത്തിയതിനായി നന്ദി പറയുന്നു. പാദങ്ങൾക്ക് വിളക്കായും പാതയിൽ പ്രകാശമായും കൂടെയുള്ളതിനായി സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളെ എല്ലാവരെയും പരിപാലിച്ചതിനായും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നതിനായും അവിടത്തോടു കൂടെ ആയിരിക്കാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോനാഥ, ഈ കരുണയുടെ സമയം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞാൻ ഓർക്കുന്ന കുടുംബങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന സഹോദരങ്ങളെ അവരുടെ കുടുംബങ്ങളെയും ഈ കരുണയുടെ സമയം അവിടുത്തെ പക്കൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചോദിക്കും മുൻപ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവെ, എല്ലാവരിലും അവിടുത്തെ കരുണ നിറയ്ക്കണമേ. ഈ സമയം കാലാവസ്ഥ മൂലം വേദനിക്കുന്നവരെയും രോഗത്താൽ വേദനിക്കുന്നവരെയും കൃഷി ചെയ്യുന്നവരെയും കടൽ കൊണ്ട് ഉപജീവനം നടത്തുന്നവരെയും ഈശോയുടെ മുൻപിൽ തരുന്നു. നാഥ, ഈ മക്കളുടെ വേദനകളൊക്കെയും ഈശോയുടെ കുരിശോടെ സമർപ്പിക്കുന്നു. ഇവരോട് കരുണ തോന്നണമേ അപ്പാ. ഇന്ന് തിരുവചനം ധ്യാനിച്ച് വായിക്കുവാനെടുത്തത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും 31-ാം അധ്യായം വായിച്ചു ധ്യാനിച്ചു. 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഓരോ വാക്കും ദൈവത്തെ അറിയുന്ന മക്കൾക്കുള്ളത് തന്നെയാണ്. ധനത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടും. ആരോഗ്യവും ഉറക്കവും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ രോഗികളാകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സഹോദരങ്ങളെ, ഈ വചനം എല്ലാവരും വായിച്ച് ധ്യാനിക്കണം. ഈ വചനം കേൾക്കുമ്പോൾ ഉത്കണ്ഠ, നിദ്ര, പണം, സ്വർണം ഇവയെല്ലാം കുറിച്ച് ഈ വചനത്തിൽ പറയുന്നു. എന്നെ കൂടുതലായി സ്പർശിച്ചത് 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 11-ാമത്തെ വാക്ക് എന്നെ വല്ലാതെ സ്പർശിക്കുന്നു. അതിപ്രകാരമാണ്: അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും, സമൂഹം അവൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. അതിനാൽ ദൈവമക്കളെ, സഹോദരങ്ങളെ, നാം ഓരോരുത്തരെ ഈശോയുടെ തിരുരക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൽ വിളവിൻ്റെ നാഥനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒരു കടുകുമണിയുടെ വിശ്വാസമെങ്കിലും നമുക്കുണ്ടെങ്കിൽ വിളവ് തരുന്ന നാഥൻ നമ്മളെ ഉപേക്ഷിക്കില്ല. കർത്താവായ ദൈവത്തോട് നമ്മളെ ഓരോരുത്തരെ ഈ കരുണയുടെ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ എളിയ മകളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അവിടെ നിന്ന് എടുക്കണം. സർവ്വത യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം. ആമേൻ.